ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലക്ഷ്മി ദേഷ്യത്തോടെ മേഘയുടെ അടുത്തേക്ക് പോവുകയാണ്. നവരാത്രിയുടെ ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘയും മനോഹരനും അതുപോലെ തന്നെ മുത്തശ്ശിയും. ആ സമയത്ത് മേഘ അവരോട് പറയുന്നുണ്ട്, ഏയ് മേഘ, എന്താ കാര്യം? മേഘ വലിയ ദേഷ്യത്തോടായിട്ട് ചോദിക്കുകയാണ്. നീയൊന്നും ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ്. ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞു തീരലും മേഘയുടെ കവളത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ മനോഹരനും മുത്തശ്ശിയും വല്ലാതെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. മേഘ തന്നെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവള് ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീയൊക്കെ പെൺവർഗത്തിന് തന്നെ അപമാനാണ്. ഇത്രയും വർഷം നിന്നെ നെഞ്ചിലും തലയിലും വെച്ച് വളർത്തിയതിന് ഞാൻ എന്നോട് തന്നെ അപമാനിക്കുകയാണ്, നാണിക്കുകയാണ്. ലക്ഷ്മി തൻ്റെ ദേഷ്യം പറഞ്ഞു തീർക്കുകയാണ്. അപ്പോഴും മേഘയ്ക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഏയ് ലക്ഷ്മി, നീ എന്താ നിന്റെ ഇഷ്ടത്തിന് വന്നിട്ട് മേഘയെ അടിച്ചിട്ട് വായിക്ക് വന്നതൊക്കെ വിളിച്ചു പറയുന്നത്? അവൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലെന്നാണോ കരുതിയത്? അപ്പോൾ ലക്ഷ്മി നേരെ അവരോട് പൊട്ടിത്തെറിക്കുകയാണ്. ചെറിയമ്മേ, നിങ്ങൾ മിണ്ടാതെ നിൽക്ക്. ഇത് ഇവൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നമാണ്. വെറുതെ ഇടപെട്ട് നിങ്ങൾ എൻ്റെ വായി കിടക്കുന്നത് വാങ്ങിക്കണ്ട. മിണ്ടാതെ നിൽക്കാൻ നോക്ക്. ഇവളെ കാണുമ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ എരിഞ്ഞ് എനിക്ക് ദേഷ്യം കയറുകയാണ്. അപ്പോഴും മേഘ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തിനായിരിക്കും ഇവർ ഇത്രയധികം തന്നോട് തട്ടിക്കയറുന്നതെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല, മുത്തശ്ശിയോട് പോലും അമ്മ ഇത്രയും സ്ട്രോങ് ആയിട്ട് പെരുമാറുന്നത് മേഘ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലക്ഷ്മി സങ്കടത്തോടെ പറയാണ്, ഇവൾ ചെയ്ത കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ മുഖത്ത് കാറി തുപ്പും. അതിനും മാത്രം എന്തായിരിക്കും മേഘ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് മുത്തശ്ശിയും മനോഹരനൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ മേഘ അവസാനം ദേഷ്യത്തോടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഞാനും ഒരു പരിധിവരെ ക്ഷമിക്കുള്ളൂ. വെറുതെ വന്ന് എന്നെ തോണ്ടിയാ പിന്നീട് നിങ്ങൾക്കുണ്ടാവുന്ന വിപത്ത് എന്തായിരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അത് ശരിയാണെന്ന് മുത്തശ്ശിയും തലയാട്ടുന്നുണ്ട്. അത് കേട്ടതും ലക്ഷ്മിയുടെ ദേഷ്യം ഒന്നുകൂടെ ഏറുകയാണ്. ലക്ഷ്മി പറയാണ്, ഏയ് എന്താ ചെയ്യാടി നീ? എന്താ ഞങ്ങളെ മുഴുവനായിട്ട് നീ തീയിട്ട് നശിപ്പിക്കുകയോ? ഫ്രോഡ്. നിന്റെ ശരീരത്തിൽ ഓടുന്നത് രക്തം തന്നെയാണോ അതോ വേറെ വല്ലതുമാണോ? ചീ, ലക്ഷ്മി സ്വയം അപമാനിതയായിട്ട് പറയുകയാണ്. അപ്പോഴും മേഘയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. മേഘ മുത്തശ്ശിയെ മനോഹരനെ മാറി മാറി നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, നിന്നെ വളർത്തിയതിന് ഞങ്ങളെ തന്നെ ശിക്ഷിക്കണം. അതെ, മുത്തശ്ശി അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി, ഇവളെ ഇങ്ങനെ ആവാനുള്ള കാരണം ഇവൾക്ക് പിന്നിലുള്ള ആ 2 ജന്മങ്ങളാണ്. അത് തങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായത് മനോഹരൻ ദേഷ്യത്തോടെ മഹേന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രനും അതുപോലെ തന്നെ പറയാണ്, ദേ നിൽക്കുന്ന നോക്ക്, കൊലയാളി മനോഹരൻ. ഇവനാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ എരികേറ്റുന്നത്. മേഘ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇവനെ ഇവിടുന്ന് തുരത്തി വിട്ടാ മേഘ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല. പറഞ്ഞു തീർന്നതും മഹേന്ദ്രൻ പോയിട്ട് മനോഹരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. ഡോ, ഇവിടുന്ന് ഇറങ്ങിപ്പോടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി മേഘ ഇടപെടുന്നുണ്ട്. ഏയ് മഹേന്ദ്ര, വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും ദേഷ്യത്തോടെ പറയുകയാണ്. പക്ഷേ മഹേന്ദ്രൻ ആ ദേഷ്യത്തിന് തന്നെയാണുള്ളത്. ഇറങ്ങിപ്പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരനും വിട്ടുകൊടുക്കുന്നില്ല. ആരുടെ വീട്ടിൽ വന്നിട്ട് ആരാ ഈ സംസാരിക്കുന്നത്? അപ്പോൾ അവിടെയുള്ള ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ടാണ് സിദ്ധാർത്ഥും ചന്ദ്രികയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. മനോഹരൻ വിട്ടുകൊടുക്കാതെ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, കൂടുതൽ സംസാരിക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മേഘയ്ക്കുൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ മനോഹരൻ മഹേന്ദ്രൻ്റെ ഷർട്ടിനും കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഓ, ഞങ്ങളെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളാൻ മാത്രം ആയോ നീ? അതിനു മാത്രം നിനക്ക് ആരാ അധികാരം തന്നത്? മുത്തശ്ശിയും പറയാണ്, ഏയ് മഹേന്ദ്ര, അവൻ്റെ ഷർട്ടിൽ നിന്ന് കൈവിട്. മനോഹരൻ വീണ്ടും പറയുന്നുണ്ട്, മര്യാദക്കാണ് പറയുന്നത്, എൻ്റെ ഷർട്ടിൽ നിന്ന് കൈയെടുത്തോ, ഇല്ലേ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മനോഹരനെ പിടിച്ച് തള്ളുകയാണ് മഹേന്ദ്രൻ. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിനക്ക് അത്രയും മര്യാദ ഞാൻ തരുന്നുള്ളൂ. അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ, അച്ഛൻ ബഹളം വെക്കുന്നുണ്ടല്ലോ. അതേ ചന്ദ്രിക, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്തും മഹേന്ദ്രനും മനോഹരനും തമ്മിൽ പിടിവലിയും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവർ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ബലമായിട്ടാണ് തല്ലുണ്ടാക്കുന്നത്. അവസാനം സിദ്ധാർത്ഥ് വന്നിട്ടാണ് മനോഹരനെ പിടിച്ച് തള്ളുന്നത്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ആരുടെ മേത്താ കൈവെക്കുന്നത്? എന്താ അങ്കിൾ പ്രശ്നം? അപ്പോഴാണ് മഹേന്ദ്രൻ പറയുന്നത്, ഈ തലതെറിച്ചവൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ സിദ്ധു? എന്താ അങ്കിൾ, എന്താ ഇയാൾ ചെയ്തത്? അപ്പോഴാണ് മഹേന്ദ്രൻ സംഭവിച്ച കാര്യങ്ങൾ അത്രയും സിദ്ധുവിനോടും ചന്ദ്രികയും കേൾക്കാൻ വേണ്ടി പറയുന്നത്. ആദ്യമായിട്ട് പോയ ഒരു ജ്യോത്സ്യരുടെ അടുത്തുനിന്ന് ആ ജ്യോത്സ്യരാണ് പറഞ്ഞത്, ഈ 2 ജാതകങ്ങളും തമ്മിൽ ചേർന്നാൽ ചന്ദ്രികയുടെ കുഞ്ഞിൻ്റെ ജീവൻ ആപത്താണ്. അത് കേട്ടതും സിദ്ധാർത്ഥും ചന്ദ്രികയും പകച്ചു നിൽക്കുകയാണ്. ഇതായിരുന്നു കാര്യം എന്നുള്ളത് മനസ്സിലായപ്പോൾ മേഘയും ആകെ നാണക്കേടോടെയാണ് നിൽക്കുന്നത്.
അതിനുശേഷം ഇന്ന് വഴിയിൽ വെച്ച് മാഗിയായിട്ട് അയാൾ സംസാരിച്ചതും നിങ്ങൾ പണം തന്നിട്ട് പറയാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ മഹേന്ദ്രൻ കേട്ടതായ കാര്യങ്ങളൊക്കെ മഹേന്ദ്രൻ സിദ്ധുവിനോട് പറയാണ്. പണം തരുന്നവരടുത്ത് വിശ്വാസത്തോടെ നിൽക്കണമല്ലോ, ഇനിയും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അങ്ങനെ രാത്രിയിൽ അമ്പലത്തിൽ പോയ സമയത്താണ് അവിടെ വെച്ച് മനോഹരൻ അയാൾക്ക് പണം കൊടുക്കുന്നതും മഹേന്ദ്രൻ്റെ കണ്ണിൽപ്പെടുന്നത്. ഇതിൽ 5000 രൂപയുണ്ട്, ഇത് മേഘമോള് തരാൻ പറഞ്ഞതാണ്. മേഘ 10,000 എന്ന് പറഞ്ഞെടുത്ത് മനോഹരൻ 5000 കൊടുത്ത സമയത്താണ് ജ്യോത്സ്യർ പറയുന്നത്, ഞാൻ മാത്രമാണോ കള്ളം പറഞ്ഞത്, ഇതുപോലെ എത്ര ജ്യോത്സ്യരെ കൊണ്ട് ഞാൻ കള്ളം പറയിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കേവലമായ കാര്യമാണ് മേഘ ചെയ്തതെന്നുള്ളത് കേൾക്കുന്തോറും സിദ്ധാർത്ഥിനൊക്കെ അവളോട് അറപ്പ് തോന്നുവാണ്. മുഴുവൻ കേട്ടതിന് ശേഷം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇത്രയും തരംതാണ പണി ഇവർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മുൻപേ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ശേഷം സിദ്ധാർത്ഥ് മേഘയോട് പുച്ഛത്തോടെ പറയാണ്, ഏയ് മേഘ, നീ ഒന്നുമില്ലെങ്കിൽ പഠിച്ചൊരു വ്യക്തിയല്ലേ, നിന്നെക്കൊണ്ട് എങ്ങനെ ഇത്രയും തരംതാണ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നത്? ഥോ. സിദ്ധാർത്ഥ് മേഘയെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു. മേഘയും ദേഷ്യത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധു, ഇവള് ഒരു ജ്യോത്സ്യർക്ക് മാത്രമല്ല പണം കൊടുത്തത്, ഈ നാട്ടിലുള്ള എല്ലാ ജ്യോത്സ്യർക്കും പണം കൊടുത്തിട്ട് ഇതേ കള്ളത്തരം തന്നെ പറയാൻ പറഞ്ഞു. സിദ്ധാർത്ഥ് മനോഹരനെയും മേഘയും ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഓരോ ജ്യോത്സ്യരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചു എന്നറിയാമോ? ഞങ്ങൾ രണ്ടുപേരും അത് പുറത്താരോടും പറയാൻ സാധിക്കാതെ മനസ്സിനകത്ത് തന്നെ വെച്ച് എത്രത്തോളം വിഷമിച്ചു എന്നറിയാമോ? ഞാനും ഇദ്ദേഹവും ഇതൊക്കെ മനസ്സിനകത്ത് വെച്ച് ഓരോ ദിവസവും മരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ആ ദൈവം ഞങ്ങൾക്ക് ഈ ഒരു സത്യം കൺമുന്നിൽ കാണിച്ചു തന്നത്. അത് മതി. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവളുടെ ജീവിതമൊന്നും ഒരു കാലത്തും നന്നാവില്ല. മേഘയെ നോക്കിയിട്ട് ശാപസ്വരത്തിലാണ് ലക്ഷ്മി പറയുന്നത്. അത് കേട്ട് മേഘയും മുത്തശ്ശി മനോഹരനൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയാണ്, അങ്കിൾ, ഈ കള്ളം പറഞ്ഞ ജ്യോത്സ്യർക്കെതിരെയും മേഘയ്ക്കെതിരെയും ആദ്യം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അവർ 3 പേരും ഭയത്തോടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, വേണ്ട സിദ്ധു സർ, ഇവർ വിചാരിക്കുന്നത് ഒരു കാലത്തും നടക്കില്ല. ഇവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളും. അപ്പം ലക്ഷ്മി ദേഷ്യത്തോടെ മേഘയോട് പറയുന്നുണ്ട്, മേഘ, നിന്നെ നാണം കെടുത്തണമെന്നുണ്ടെങ്കിൽ ആ ജ്യോത്സ്യരുടെ മേൽ നിൻ്റെ മേൽ ഇപ്പം തന്നെ ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചന്ദ്രിക പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെയൊക്കെ വെറുതെ വിടുന്നത്. പക്ഷെ ഒന്ന് നീ ഓർത്തോ, എത്രയും അടുത്ത് തന്നെ നീ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷ നിനക്ക് ദൈവമായിട്ട് കൊണ്ടുതരും. അതൊരു ശാപവാക്ക് പോലെയാണ് മേഘയ്ക്ക് തോന്നിയത്. അതിനുശേഷം സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്രനും ലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. മേഘയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് മേഘ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അവൾ ചുറ്റിലും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ നേരെ അവളുടെ അച്ഛനായ ശരവണനെ കോൾ ചെയ്യാണ്. അയാൾ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത് തന്നെ അയാളുണ്ട്. അപ്പം മേഘയോട് വരാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവളുടെ സഹോദരങ്ങളും അച്ഛനും ഉണ്ട് അവിടെ. അപ്പോൾ കാര്യം എന്താ, ഇതിന് ഇത്ര അർജൻറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, നീ ഇവർക്ക് ജോലി കൊടുത്തല്ലോ, അതിൻ്റെ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇവർ വിളിപ്പിച്ചത്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ മേഘ പറയുന്നുണ്ട്, എനിക്ക് തൽക്കാലം ഒരു സാൻഡ്വിച്ച് മാത്രം മതി. അയ്യോ, ഇവർ ഇത്രയും വലിയ ട്രീറ്റ് തരുമ്പോൾ മോൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ശരവണൻ ചോദിക്കുകയാണ്. സാരിയില്ല അച്ഛാ, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, വേറൊരു ദിവസം വന്നിട്ട് ഞാൻ വയറ് നിറയെ കഴിച്ചോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ വേറെ വിളിച്ചിട്ട് അവർ ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. മേഘയ്ക്ക് ഒരു സാൻഡ്വിച്ച് മാത്രം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് മാത്രമാണ് ഓർഡർ ചെയ്തത്. ആ സമയത്ത് ചന്ദ്രികയും അവളുടെ ഒരു കൂട്ടുകാരിയും അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കഴിക്കുന്നതെന്ന് കൂട്ടുകാരിയോട് ചോദിച്ച സമയത്ത് അവൾ വെറും ജ്യൂസ് മാത്രം മതിയെന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും 2 ഉറുമാമ്പഴം ജ്യൂസാണ് ഓർഡർ ചെയ്യുന്നത്. പെട്ടെന്നാണ് തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽ നിന്നും ആരൊക്കെയോ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കേട്ടിട്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് മേഘയാണ് ആദ്യം തന്നെ കാണുന്നത്. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, മേഘയും ജ്യൂസ് കുടിക്കാനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത് ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ശരവണനാണല്ലോ, ഇതെന്താ മേഘയ്ക്കൊപ്പം ഇവിടെ? അവൾക്കാകെ സംശയമാവുകയാണ്. മാത്രമല്ല മുന്നിലിരിക്കുന്ന 2 പേരെയും ചന്ദ്രിക സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ സംശയത്തോടെ ചിന്തിക്കുന്നുണ്ട്, ഇവരെ 2 പേരെയും ഞാൻ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഓർത്തെടുത്തപ്പോൾ ചന്ദ്രികയ്ക്ക് മനസ്സിലാവുകയാണ്, മേഘയുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് അവർ 2 പേരും വന്നിട്ടുണ്ടായിരുന്നത്. അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് പരസ്പരം സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഇവരുടെ എല്ലാവരുടെയും സംസാരം കേൾക്കുമ്പോൾ ഇവരെല്ലാവരും നേരത്തെ മുൻപരിചയമുള്ളവരാണെന്നാണ് തോന്നുന്നത്. മനീഷിൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ച ആളാണ് ശരവണൻ. ആ ശരവണനുമായിട്ട് മേഘ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇവർക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. ചന്ദ്രിക അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടപ്പോൾ അവളുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നീ എന്താ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്? അതല്ല, അവരെ കണ്ടപ്പോൾ എനിക്ക് അറിയുന്ന ആരെയൊക്കെ പോലെ തോന്നി. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി സംസാരിക്ക്. ഏയ് വേണ്ട, ചന്ദ്രിക വിലക്കുകയാണ്. നീ ജ്യൂസ് കുടിക്ക്.
അവൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ കോഫി ഷോപ്പിൽ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവളെ കൂട്ടാൻ വേണ്ടി വരാൻ. കോൾ കട്ടായപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു ഫോണിൽ? എൻ്റെ ഹസ്ബൻഡാണ്, എന്നെ കൂട്ടാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നീ എപ്പോഴാണോ ഞാൻ വർക്കിന് കയറേണ്ടത് പറഞ്ഞാൽ മതി, അപ്പോൾ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തോളാം. കൂട്ടുകാരി അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ ചന്ദ്രിക അവൾക്ക് നന്ദി പറയാണ്. ശേഷം ചന്ദ്രികയോട് യാത്ര പറഞ്ഞിട്ട് അവൾ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷവും ചന്ദ്രികയുടെ മനസ്സിലെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൾ മേഘ ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. ഈ ശരവണൻ അതുപോലെ തന്നെ ആ മുൻപിലിരിക്കുന്ന 2 പേര്, ഇവർക്ക് 4 പേർക്കും തമ്മിൽ എന്തോ ഒരു കാര്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ചേ പറ്റൂ. അവസാനം മേഘ അവരോട് 2 പേരോടായിട്ട് പറയാണ്, ശരി എനിക്ക് സമയമായി, ഞാൻ പോവുകയാണ്. ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അവർ 2 പേരും മേഘയോട് പറയാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ എന്നും ചേച്ചിയുടെ വിശ്വസ്തരായിരിക്കും. ഏയ് അതൊന്നും സാരമില്ല, ഞാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് മേഘ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക വേഗം അവിടുന്ന് ഒരു പുസ്തകം എടുത്തിട്ട് മുഖം ഹൈഡ് ചെയ്യാണ് മേഘ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രികയെ മേഘ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടുന്ന് പോകുന്ന സമയത്ത് ചന്ദ്രിക മേഘ പോയ ഭാഗത്തേക്ക് തന്നെ നോക്കുകയാണ്. ആ സമയത്ത് ശരവണൻ മക്കളോട് പറയുന്നുണ്ട്, എനിക്കും സമയമായി, ഞാനും പോവാണ്. അപ്പോൾ മക്കൾ ചോദിക്കുകയാണ്, നിങ്ങളെവിടെയൊക്കെ അച്ഛാ പോകുന്നത്? അയാളെ അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടതും ചന്ദ്രിക ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലിയുണ്ട് മോനെ, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളും ജോലിക്ക് പോവാച്ചാ, അവർ പരസ്പരം പറയുന്നുണ്ട്. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശരവണൻ പോകുന്നത്. ശരവണൻ പോകുന്ന സമയത്തും അയാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രിക മുഖം ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. അയാളും അവിടുന്ന് പോയതിനു ശേഷം ചന്ദ്രിക ചിന്തിക്കുകയാണ്, ഇതെന്താ സംഭവം? ഈ 2 കുട്ടികളും ശരവണനെ അച്ഛാന്ന് വിളിക്കുന്നത്? ചന്ദ്രിക മേഘയുടെ സഹോദരങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ മലരും മഹേന്ദ്രനും ലക്ഷ്മിയും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടാണുള്ളത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥ് വരുന്നത്. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, സിദ്ധു നീയും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആൻറ്റി ചന്ദ്രിക വരട്ടെ എന്നിട്ട് ഒന്നിച്ചു കഴിക്കാം. അത് കേട്ടതും മലരിൻ്റെ മുഖം വാടുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതല്ല ചന്ദ്രിക ഇത് എവിടെ പോയതാ? അവൾ വരാനെന്ത് ഇത്രയും താമസിക്കുന്നത്? ഇല്ല, ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോയതാണ്, വരാനുള്ള സമയമാവുന്നതേ ഉള്ളൂ, ഇപ്പോൾ വരും സിദ്ധു പറയാണ്. അപ്പോൾ ലക്ഷ്മി അത് കേട്ടതിന് ശേഷം മലരിന് പുഴുങ്ങിയ മുട്ട എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മലർ പറയുന്നുണ്ട്, എനിക്ക് പുഴുങ്ങിയ മുട്ട വേണ്ട, എനിക്ക് ഓംലെറ്റ് മതി. മലരിന് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും ലക്ഷ്മി. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടതും ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് മലറിനോട് പറയുന്നുണ്ട്, മലർക്കുട്ടി മുത്തശ്ശിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? അത് കേട്ട് മലർ പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളോട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, വാ ചന്ദ്രിക, സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും പറയാണ്, നീ സിദ്ധുവിൻ്റെ അടുത്തിരിക്ക്, 2 പേരും ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, സിദ്ധു സർ ഒരു സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. എന്താ? ഇന്ന് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്ത് കോഫി ഷോപ്പിൽ ഇരുന്ന സമയത്ത് അവിടെ വെച്ച് മേഘയും ശരവണനെയും കണ്ടു. ശരവണനോ? അതാരാ? സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. അയ്യോ, മനീഷിൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ച ശരവണനില്ലേ, അയാൾ. ചന്ദ്രിക പറഞ്ഞത് കേട്ടതും സിദ്ധാർത്ഥും അതുപോലെ തന്നെ മഹേന്ദ്രനൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ചന്ദ്രിക വിശദീകരിച്ചു കൊടുക്കുകയാണ്, മരതക മുത്തശ്ശിയുടെ മരുമകൻ. അപ്പോൾ സിദ്ധു സംശയത്തോട് ചോദിക്കുകയാണ്, ശരവണനും മേഘയും ചേർന്നിട്ട് എന്താ സംസാരിക്കുന്നത്? അവർക്കുള്ളിൽ എന്താ ഉള്ളത്? അപ്പോഴാണ് ലക്ഷ്മി തൻ്റെ സംശയം പറയുന്നത്, ഒരുപക്ഷെ മരതകൻ ചെറിയമ്മ ശരവണൻ എന്തെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടി മേഘയോട് പറഞ്ഞു കാണും, ആ കാര്യം സംസാരിച്ചതായിക്കൂടെ? അപ്പോൾ ചന്ദ്രിക പറയാണ്, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ അവരുടെ കൂടെ വേറെ 2 പിള്ളേർ കൂടി ഉണ്ടായിരുന്നു അച്ഛാ. അവരെ 2 പേരെയും ഞാൻ മേഘയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ 2 പേരും ശരവണനെ അച്ഛാന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയത്. അതേ കൺഫ്യൂഷനിൽ തന്നെയാണ് ബാക്കിയുള്ളവരുള്ളത്. പിന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഒരുപക്ഷെ അവർ 2 പേരും ശരവണൻ്റെ മക്കളായിരിക്കാം. അപ്പോൾ ചന്ദ്രിക തൻ്റെ സംശയം ചോദിക്കുകയാണ്, മരതക മുത്തശ്ശിയുടെ മരുമകനല്ലേ ഈ ശരവണൻ? മരതക മുത്തശ്ശിയുടെ മകള് മരിച്ചുപോയതല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ അയാൾക്ക് 2 കുട്ടികളുണ്ടാവും? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഒരുപക്ഷെ മരതക ചെറിയമ്മയുടെ മകൾ മരിച്ചതിന് ശേഷം ശരവണൻ വേറൊരു കല്യാണം കഴിച്ചതായിക്കൂടെ? ആ കുട്ടികൾ ഒരുപക്ഷെ ആ പുതിയ ഭാര്യയിലെ മക്കളായിരിക്കാം. പക്ഷേ ചന്ദ്രികയുടെ സംശയം മുഴുവനായിട്ട് മാറുന്നില്ല. അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, മനീഷിൻ്റെ കയ്യിൽ നിന്നും ശരവണൻ പണം മോഷ്ടിച്ചതും മേഘയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇതൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സർ. സിദ്ധാർത്ഥിനും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. അതെ ചന്ദ്രിക, നീ പറഞ്ഞത് ശരിയാണ്. ശരവണനെ രക്ഷിക്കാൻ വേണ്ടി അന്ന് മേഘ വല്ലാതെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ സമയത്ത് മേഘയാണെന്ന് എന്നെ തടഞ്ഞത് അങ്കിളിന് ഓർമ്മയില്ലേ? ശരവണനെ അത്രയും വലിയൊരു തെറ്റിൽ നിന്നും മേഘ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സർ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മരതകം, ശരവണൻ,
മേഘ, ആ കുട്ടികൾ, ഇവരെല്ലാവരും പരസ്പരം ഓരോരുത്തരായിട്ട് തമ്മിൽ കാണുന്നുണ്ട്. ഇവർക്ക് പിന്നെ മറഞ്ഞു നിൽക്കുന്ന രഹസ്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സിദ്ധു പറയാണ്, ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ മേഘയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും സർ, ചന്ദ്രിക അത് സപ്പോർട്ട് ചെയ്യാണ്. അപ്പോഴേക്കും മലറിനുള്ള ഓംലെറ്റ് ലക്ഷ്മി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടു കൊടുത്ത സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രികയോടും സിദ്ധാർത്ഥനോടും ഭക്ഷണം കഴിക്കാനിരിക്കാൻ. അപ്പോൾ സിദ്ധു തൻ്റെ അടുത്തിരുന്ന സമയത്ത് മലരി ചന്ദ്രികയോട് പറയാണ്, അമ്മ വന്നിട്ട് എൻ്റെ അടുത്തിരിക്കമ്മ. അത് കേട്ടതും സിദ്ധാർത്ഥ എഴുന്നേറ്റിട്ട് അവിടുന്ന് മാറിയിരിക്കുകയാണ്. ചന്ദ്രിക മലറിൻ്റെ അടുത്തും ഇരിക്കുന്നുണ്ട്. സിദ്ധുവിനും ചന്ദ്രികയ്ക്കും ഇടയിലായിട്ടാണ് ലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ് ഇരുന്നപ്പോൾ തൊട്ട് മലറിനെ തന്നെയാണ് നോക്കുന്നത്. മലര് തന്നെ എന്തോ മാറ്റി നിർത്തുന്നത് പോലെയൊക്കെ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം അത് ചന്ദ്രികയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കിയ സമയത്ത് ചന്ദ്രികയ്ക്കും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. കാരണം വിളമ്പിക്കൊടുത്ത ചോറ് സിദ്ധാർത്ഥ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അതിൽ കൈകുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മലറിനെ തന്നെ നോക്കിക്കൊണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.